Good morning everyone. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഡിസ്കസ് ചെയ്തു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ xylem. In this class we are going to discuss transportation through phloem. So food is transported through the phloem. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് നമ്മുടെ ലീവ്സിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ് എല്ലാ പാർട്സിലേക്ക് എത്തുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സൂക്രോസ്. സോ സൂക്രോസിൻ്റെ ഫോമിലാണ് പ്ലാന്റ്സിലൂടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ത്രൂ ദി സീവ് ട്യൂബ്. നമ്മൾ നേരത്തെ സൈലം വെസൽസും സൈലം ട്രക്യൂട്സും പറഞ്ഞിരുന്നു. അതുപോലെ ഫ്ലോയത്തിൻ്റെ രണ്ട് കോമ്പണൻസ് ആണ് സീവ് ട്യൂബും അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസും. പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല, ഫിഗർ 3.10 കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലോയത്തിൻ്റെ രണ്ട് കോമ്പണൻസ് ദേ ആർ സീവ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ്. So, food is transported through the sieve tube and it is transported in the form of sucrose. ഇനി സൈലത്തിൽ പോലെ തന്നെ സൈലത്തിലെ വെസൽസിനെ പോലെ തന്നെ സീവ് ട്യൂബ്സും വൺ എബോ ആനതല്ലേ, ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ രണ്ടെണ്ണത്തിന് ഇടയിൽ പോറ് കാണുന്നുണ്ടല്ലേ, ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണുന്നുണ്ട്. ലൈക്ക് സൈലം വെസൽസ്, സീവ് ട്യൂബ്സ് ആർ ഓൾസോ സീൻ ആസ് അറേഞ്ച്ഡ്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? നേരത്തെ നമ്മൾ സൈലം വെസൽസിൽ അവിടെ ഇടയ്ക്ക് പോറുകളൊന്നും കണ്ടിരുന്നില്ല അല്ലേ, ഒറ്റ ട്യൂബ് പോലെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഓരോന്നിൻ്റെ ഇടയ്ക്കും ഓരോ പോറുകൾ കാണുന്നുണ്ട്. ആ പോറിനുള്ളിലൂടെയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെല്ലിനുള്ളിലത്തെ മറ്റേ സെല്ലിനുള്ളിൽ നിന്നുള്ള സൈറ്റോപ്ലാസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ത്രൂ ദീസ് പോർ ദി സൈറ്റോപ്ലാസം ഓഫ് ദി സീവ് ട്യൂബ്സ് ആർ ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, പോർ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് സീവ് ട്യൂബുകൾക്ക് ഇടയിലുള്ള സൈറ്റോപ്ലാസം അവിടെ വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനിലൂടെ സൈറ്റോപ്ലാസത്തിലൂടെയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സൈറ്റോപ്ലാസം കണക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോറിലൂടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ സെൽസ് ആർ സീൻ അലോങ് വിത്ത് ഇറ്റ് സീവ് ട്യൂബ്സ്. സീവ് ട്യൂബ്സിൻ്റെ കൂടെ തന്നെ കാണുന്നുണ്ട് ഫ്ലോയത്തിൻ്റെ കോമ്പൗണ്ടായിട്ടുള്ള കമ്പാനിയൻ സെൽസ്. ദേ ഓൾസോ ഹെൽപ്പ് ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. ഫുഡിന് ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന ഫ്ലോയത്തിൻ്റെ രണ്ട് കോമ്പണൻസ് ആണ്, ഒന്ന് സീവ് ട്യൂബ്സും രണ്ടാമതായിട്ട് കമ്പാനിയൻ സെൽസും. അപ്പോൾ നേരത്തെ സൈലത്തിൻ്റെ പറഞ്ഞ അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഫ്ലോയത്തിനില്ല. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ത്രൂ ഫ്ലോയം വളരെ എളുപ്പമാണ്. കാരണം ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് സൂക്രോസ് ആണ്. ദെൻ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയത്തിൻ്റെ രണ്ട് കോമ്പണൻസ് ആയിട്ടുള്ള സീവ് ട്യൂബിലൂടെയും അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസിലൂടെയാണ്. നേരത്തെ സൈലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർക്കിടയിൽ എന്ത് കാണുന്നുണ്ട്, ഒരു പോറ് കാണുന്നുണ്ട്. അവിടെ ആ ഒരു പോറുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ട് സീവ് ട്യൂബുകൾക്ക് ഇടയിലുള്ള സൈറ്റോപ്ലാസത്തിന് അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻ അത്യാവശ്യമാണ് അല്ലേ, കാരണം സൈറ്റോപ്ലാസത്തിലൂടെയാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി കമ്പാനിയൻ സെൽസ്, സീവ് ട്യൂബിനെ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന ഫ്ലോയത്തിൻ്റെ കോമ്പണൻ്റ് ആണ് കമ്പാനിയൻ സെൽസ്. ആൻഡ് ദേ സീൻ അലോങ് വിത്ത് സീവ് ട്യൂബ്. സീവ് ട്യൂബിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ കാണുന്ന ഒരു കമ്പോണൻ്റാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിലും പ്ലാന്റ്സിലും ഒക്കെ എങ്ങനെയാണ് ന്യൂട്രിയൻസൊക്കെ ഫുഡും ന്യൂട്രിയൻസൊക്കെ എങ്ങനെ എത്തുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ പഠിച്ചു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് തേർഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പറയുക, കഴിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ട ന്യൂട്രിയൻസ് ആണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സെൽസിന് ന്യൂട്രിയൻസ് മാത്രം മതിയോ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്? വേറെ എന്തൊക്കെ വേണം? നമുക്ക് എനർജിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് മാത്രം പോരാ, അതിനെ കൂടാതെ നമുക്കതിൻ്റെ ഓക്സിജനൊക്കെ വേണം അല്ലേ. അപ്പോൾ ഓക്സിജൻ നമുക്ക് ഇൻടേക്ക് ചെയ്യണം, എനർജിക്ക് ആവശ്യമാണ്. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടണം. സോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്, അതേക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് നമുക്ക് ലെറ്റ് എസ് എസ് നോക്കാനുണ്ട്, നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ടോപ്പിക്